നമസ്കാരം, ഞാൻ ഡോക്ടർ രമ മുകേഷ്, ചാവക്കാട് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിലത്തെ കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കെറട്ടോകോണസ് എന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കണ്ണ് ഡോക്ടറെ കാണാൻ പോകുന്നത് കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കാഴ്ചക്കുറവിന് പല കാരണങ്ങളുണ്ട്. അതിലത്തെ ഒരു കാരണമാണ് കെറട്ടോകോണസ്. പലർക്കും ഈ കെറട്ടോകോണസിനെ കുറിച്ച് അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു അവയർനെസ് കെറട്ടോകോണസിനെ കുറിച്ച് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി കെറട്ടോകോണസിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ടീനേജ് അല്ലെങ്കിൽ ഒരു 20s കുട്ടികളിലാണ് വരുന്നത്. അവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക കാഴ്ചക്കുറവ്, കാണുന്നില്ല, ദൂരേക്കുള്ളത് കാണുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ലൈറ്റ് നോക്കാൻ വയ്യ, ഫോട്ടോഫോബിയ അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയും. പിന്നെ നമ്മൾ രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് തീരെ ബെയർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്ന സിംറ്റംസ്. അപ്പോൾ നമ്മൾ എടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കെറട്ടോകോണസ് ആവണമെന്നില്ല. സാധാരണ കാഴ്ചക്കുറവിനും ഡ്രൈ ഐക്കും ഒക്കെ ഈ സിംറ്റം ഉണ്ടാവും. പക്ഷേ കെറട്ടോകോണസിന് പ്രത്യേകിച്ച് ഈ സിംറ്റംസ് എല്ലാം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ കെറട്ടോകോണസ് എന്ന അസുഖം വളരെ ഒരു സീരിയസ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതിന് പല ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. കംപ്ലീറ്റ് 100% മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല കെറട്ടോകോണസ്. അത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, ജനറ്റിക്. അതിൻ്റെ എല്ലാ കാരണങ്ങളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ജനറ്റിക് ഒറിജിൻ ഉണ്ട് അതിന്. പക്ഷെ നമ്മളിൽ പ്രത്യക്ഷപ്പെടുക ഈ പ്യൂബർട്ടി അല്ലെങ്കിൽ ഏർലി 20s മാത്രം. അപ്പോൾ നമ്മളത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രോഗ്രഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ഗ്ലാസ്സിൽ കണ്ണടയിൽ നമുക്ക് പരിഹരിക്കാം. പിന്നെ കോർണിയൽ ക്രോസ് ലിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ വേണമെങ്കിൽ ചെയ്യാം. ഏറ്റവും ലാസ്റ്റാണ് ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ബ്ലേർഡ് വിഷൻ, ലൈറ്റ് സെൻസിറ്റിവിറ്റി, ഫോട്ടോഫോബിയ അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കണം. പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുക. റെഗുലർ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.